ദ റിയൽ അസാസിൻ, യഥാർത്ഥ കൊലയാളി. ആർക്കുള്ളിലാണതെന്ന് എല്ലാവരും പരസ്പരം സംശയിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലേറിയയിലായിരുന്നു ആ ബാഡ് അസാസിൻ എന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് തൊട്ടടുത്ത നിമിഷം അത് നിക്കോളാസിലേക്ക് പകർന്നുകൊണ്ട് അവനെ കൺട്രോൾ ചെയ്ത് സ്വന്തം അമ്മയെ വരെ കൊലപ്പെടുത്തി ആർലോയ്ക്കടുത്തേക്ക് നീങ്ങുന്നത് നമ്മൾ കണ്ടു. എല്ലാത്തിൻ്റെയും ആണിയായ വൃക്ഷത്തെ കത്തിച്ച് ചാമ്പലാക്കാൻ ശ്രമിച്ച റൂബനും കെല്ലിയും ഒരു പോറൽ പോലും ഏൽക്കാത്ത വൃക്ഷത്തെ നോക്കി നിൽക്കുമ്പോൾ മഗ്നാബ് ഉടൻ പ്രത്യക്ഷപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ചില കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് ആ ലോക്കറ്റിനുള്ളിലെ തുച്ഛമായ ദ്രാവകത്തുള്ളികൾ കാണിക്കുമ്പോൾ അതുകൊണ്ട് എന്താണ് അയാൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. കോലാഹലങ്ങളും അപകടങ്ങളൊന്നുമില്ലാത്ത ശാന്തമായ മറ്റൊരിടം. പ്രഭാത സമയം. അവിടെ ഒരു സ്ത്രീ ചായയൊക്കെ ഇട്ട് കുടിച്ച് എന്തോ ചെയ്യാൻ ഉറച്ചുകൊണ്ട് കാറിന്റെ താക്കോലും എടുത്ത് വീടിന് പുറത്തേക്ക് വന്നവിട്ടിരിക്കുന്ന ഒരു ശവലുമായി അടുത്തുള്ള പറമ്പിലേക്ക് നടന്ന് നീങ്ങുകയാണ്. അവിടെ ഒരു സ്ഥലത്തായി കുഴിച്ചുകൊണ്ട് ഒരു ഗാർബേജ് കവറിനുള്ളിൽ പൊതിഞ്ഞു വെച്ചിരുന്ന ബാഗും എടുത്ത് നേരെ കാറിനടുക്കലേക്ക് വന്ന് ഡിക്കി തുറക്കുമ്പോൾ ഒരു ഫോൺ കോൾ. ഹേയ്, എല്ലാം റെഡിയാണ്. മഗ്നാബ് എവിടെയുണ്ടെന്ന് മാത്രം പറ. രക്ഷയ്ക്കായോ വകവരുത്താനോ? എന്തിനായാലും ആ സ്ത്രീ മഗ്നാബിനെ തേടി ഇറങ്ങുമ്പോൾ അദ്ദേഹമാവട്ടെ തന്റെ കയ്യിലുള്ള ലോക്കറ്റ് എടുത്ത് റൂബന് നൽകിക്കൊണ്ട് കയ്യിൽ ശേഷിക്കുന്ന ആകെയുള്ള തുള്ളികൾ കുടിച്ചുകൊണ്ട് വൃക്ഷത്തിനടുത്തേക്ക് ചെല്ലാൻ നിർദ്ദേശിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ടതാണ് ഒരു ചെറിയ ചിലന്തി വരെ ചിന്ന ഭിന്നമായി പോയ വൃക്ഷത്തിന് ചുറ്റും ആവരണം ചെയ്തിരിക്കുന്ന ആ ശക്തി. ഇത്രയും മതിയാകുമോ എന്ന റൂബന്റെ ചോദ്യത്തിന് ഉറപ്പില്ല എന്ന് സംശയിക്കുന്ന മഗ്നാബിന്റെ വാക്കുകൾ കേട്ട് പകച്ച് റൂബൻ ആ വൃക്ഷത്തിനടുത്തേക്ക് നടന്നു നീങ്ങുന്നു. എന്തായി തീരുമെന്ന് ആർക്കും ഒരു ഉറപ്പുമില്ല. റൂബൻ പെതിയെ പേടിച്ച് ചെന്ന് ആ വൃക്ഷത്തിന്റെ ഒരു കമ്പിൽ തൊടുന്നതും പെട്ടെന്ന് കൈ തിരിച്ചെടുക്കുന്നു. അത്രയ്ക്കും ചൂട്. കയ്യിൽ ഗ്ലൗസ് ഉണ്ടെങ്കിൽ പോലും. തൊട്ടതും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കി മഗ്നാബ് കയ്യിലുള്ള ഒരു ഹോർലിക്സ് കുപ്പിയെടുത്ത് തുറന്നു നിൽക്കുമ്പോൾ റൂബൻ സകല ശക്തിയും എടുത്ത് അതിൽ നിന്നൊരു കമ്പൊടിച്ചെടുക്കുന്നു. മഗ്നാബ് ഉടൻ തന്നെ തിരികെ വരാൻ പറയുമ്പോൾ ആ പൊടിയിലും പുകയിലും ചുമച്ച് പതിയെ അടുത്തേക്ക് എത്തുന്നതും ആ കുപ്പി തുറന്ന് കമ്പ് അതിലേക്ക് ഇടാൻ പറയുന്നു. കമ്പ് അതിലേക്ക് ഇടുന്നതും അത് ആ മഴവിൽ ദ്രാവകമായി മാറുന്നു. അപ്പോൾ ആ വൃക്ഷത്തിൽ നിന്നുമാണ് മഴവിൽ ദ്രാവകം എടുക്കാൻ കഴിയുന്നതെന്ന് മനസ്സിലാക്കാം. ജെയിംസും മാഗിയും ഇതേ സമയം ബെഡ്റൂമിന് താഴെ ഇരുന്നുകൊണ്ട് ഇതുവരെ മരണപ്പെട്ടവരുടെ കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. എത്ര പേരാണ് മരണപ്പെട്ടത്? ക്ലാര, കാർമെൻ, എഡ്വാർഡ്, അദ്ദേഹത്തിൻ്റെ മകൻ ബ്രയാൻ, മഗ്നാബിൻ്റെ കൂട്ടാളികളായ ഓൾസൺ, ട്രാവിസിനെ കുറിച്ച് പറയുമ്പോൾ ജെയിംസ് ആ ചെക്കൻ അവൻ്റെ ഗതിയില്ലാത്ത ജീവിതം ഒന്ന് നിയന്ത്രിക്കാനായിരുന്നു ശ്രമിച്ചതെന്നും എന്തായാലും മരിക്കുമെന്നറിയായിരുന്നെങ്കിൽ കൂടെ കൺമുമ്പിൽ വെച്ച് മരണപ്പെട്ടപ്പോൾ തനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്നും ആരെയും സഹായിക്കാനോ കൺട്രോൾ ചെയ്യാനും കഴിയാത്ത തനിക്കും ആ സമയത്ത് ആ തോക്കെടുത്ത് തലയിൽ വെച്ച് മരിക്കാൻ തോന്നിയതായും പറഞ്ഞിട്ട് ട്രാവിസിന്റെ പോലൊരു ജീവിതമായിരുന്നു തനിക്കുമെന്ന് ജെയിംസ് മനസ്സ് തുറക്കുന്നു. ഒന്നിനെയും നിയന്ത്രിക്കാനോ കൺട്രോൾ ചെയ്യാനോ പറ്റാതെ പോയ തൻ്റെ ജീവിതം, തൻ്റെ ജോലി, തൻ്റെ കുടുംബം എന്ന് മാഗിയോട് പറഞ്ഞ് നിനക്ക് നിന്റെ ജോലിയിലും കുട്ടികളിലുമെല്ലാം നല്ല പോലുള്ള കൺട്രോൾ ഉണ്ടായിരുന്നതായും എന്നാൽ തന്റെ ജീവിതത്തിൽ താൻ പരാജയപ്പെട്ടത് തനിക്കൊരു നിയന്ത്രണ ശക്തി ഇല്ലാതെ പോയതാണെന്നും പറഞ്ഞ് ജെയിംസ് കുമ്പസരിക്കുകയാണ്. സ്വയം ജീവിതത്തിൽ ഒരു കൺട്രോൾ വേണമെന്ന് ആഗ്രഹിച്ചതും അതുവഴി ജോലി സ്ഥലത്ത് വെച്ച് വലേറിയുമായി പരിചയപ്പെട്ടതും തന്റെ നിരാശ നിറഞ്ഞ മനസ്സിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചതായും ജെയിംസ് മനസ്സ് തുറക്കുമ്പോൾ ഇതെല്ലാം കേട്ട് തരതിരിച്ച് അവിടെ ഇരുന്ന് സങ്കടപ്പെടുന്ന മാഗിയോട് എന്നാൽ അതിലൊരു കാര്യവും ഉണ്ടായില്ലെന്ന് പശ്ചാത്തപിച്ച് വീണ്ടും ഒന്നിക്കാൻ ശ്രമിക്കുമ്പോൾ തൊട്ടടുത്ത മുറിയിൽ ഇതേ സമയം ബെൽഗ്നാം മൗണ്ടനിലേക്ക് പോകാനുള്ള വഴി കുത്തിക്കുറിക്കുന്ന മെറലിനോട് നമുക്കിപ്പോൾ എവിടെ പോകണമെന്നൊരു ഐഡിയ കിട്ടിയില്ലേ എന്ന ആർലോയുടെ താല്പര്യത്തിന് നമുക്കിപ്പോൾ പുറത്തു കടക്കാൻ കഴിയില്ലെന്നും അസാസിനിപ്പോൾ ആർക്കുള്ളിലുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞാൽ തന്നെയും അത് മറ്റു പലരുടെയും ശരീരത്തിലൂടെ നമുക്കടുക്കലേക്ക് എത്തിപ്പെടുമെന്ന മറുപടി കേട്ട് ആർലോയുടെ മൈൻഡിൽ പെട്ടെന്നൊരു സ്പാർക്ക് അടിക്കുന്നു. അവിടെ കിടക്കുന്ന ഒരു ഗോലി എടുത്ത് അസാസിൻ എന്ന് പറഞ്ഞിട്ട് അത് താഴെ വെച്ച് അതിന്റെ മുകളിലേക്ക് ടീ കപ്പ് എടുത്ത് അടച്ചു വെച്ച് കാണിക്കുന്നു. അതായത് അസാസിനെ കൊടുക്കാൻ കഴിയുമെന്നുള്ളൊരു വഴി. ഇത് മനസ്സിലാകാതെ മെറിൽ നിൽക്കുമ്പോൾ ജനലിലേക്ക് കല്ലെടുത്തെറിയുന്നത് കണ്ട് താഴേക്ക് നോക്കുമ്പോൾ അവിടെ നിക്കോളാസ് മുഖത്ത് മുറിവൊക്കെയായി പെട്ടെന്ന് താഴേക്ക് വരാൻ ആംഗ്യം കാണിക്കുന്നത് കണ്ട് മെറിൽ ഒരു ചുറ്റിയിലെടുത്ത് ആർലോയുടെ കയ്യിൽ കൊടുത്തിട്ട് താനല്ലാതെ ആര് വന്നാലും കഥ തുറക്കരുതെന്ന് പറഞ്ഞ് താഴേക്ക് പോകുന്നു. താഴേക്കെത്തി ഓടിയെടുക്കുന്ന മെറിലിനെ കണ്ട് നിക്കോളാസ് അസാസിൻ തന്റെ അമ്മയായിരുന്നെന്നും അവർ തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതായും പറഞ്ഞിട്ട് പോക്കറ്റിൽ നിന്നും സിറിഞ്ചും കത്തിയും എടുത്ത് അവരുടെ കയ്യിൽ ഇതുണ്ടായിരുന്നെന്നും പറഞ്ഞ് അവിടെ താഴെ എടുത്ത് വയ്ക്കുന്നു. നിക്കോളാസിനുള്ളിൽ അസാസിൻ മുൻപ് വലേറിയയിൽ ചെയ്ത അതേ പ്ലാൻ. നമുക്കിതെല്ലാവരെയും അറിയിക്കണം എന്ന് പറഞ്ഞ് പോകാനൊരുങ്ങുന്ന മെറിലിനെ പിടിച്ചു നിർത്തിയിട്ട് അവിടെ ഇരിക്കുന്ന ഒരു കല്ലെടുത്ത് വെച്ച് എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ ഒരുമിച്ചതിൽ വളരെ സന്തോഷമുണ്ടെന്ന് പറഞ്ഞ് ഉമ്മ വയ്ക്കാനെന്നുള്ള രീതിയിൽ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് വായ തുറന്ന അസാസിനെ മെറിലിനുള്ളിലേക്ക് പകരുന്നു. മുൻപ് വലേറിയ വരയ്ക്കടുക്കൽ വന്നു നിന്ന് നിക്കോളാസിനെ കൊണ്ട് ചെയ്യിച്ച പോലെ നിക്കോളാസ് ആ കല്ലെടുത്ത് വെച്ച് മെറിലിനുള്ളിൽ അസാസിനെ കയറ്റിയപ്പോൾ മെറിലാകട്ടെ ആ കല്ലെടുത്ത് നിക്കോളാസിന്റെ തലയ്ക്ക് മേലടിച്ച് ബോധം കെടുത്തി ആ സിറിഞ്ചും കത്തിയും എടുത്ത് നടക്കുന്നത് മുകളിൽ നിന്ന് ആർലോ കണ്ട ഉടനെ ഞെട്ടിത്തെരിച്ചുകൊണ്ട് ജെയിംസിനും മാഗിക്കും അടുത്തേക്ക് ഓടിയെത്തുന്നു. വെപ്രാളപ്പെട്ടുകൊണ്ട് മാഗി, എന്താ മോനെ, എന്താ സംഭവിച്ചത്? മെറിൽ, അതവളിലാണ്, അവളാണിപ്പോൾ വേണ്ടാത്തതൊക്കെ ചെയ്യുന്നത്. അസാസിനുള്ളിലുള്ള മെറിൽ വീടിനകത്തേക്ക് കടന്ന് മുകളിലേക്ക് കയറുമ്പോൾ താഴെ ബാത്ത് ടബിൽ വെള്ളം തുറന്നു വിട്ടിരിക്കുകയാണ്. അപ്പോൾ വെള്ളത്തിൽ മുക്കുക എന്നത് തന്നെ പ്ലാൻ.
മുറിയിലേക്ക് വന്ന് ആർലോയെ കാണാത്തത് മൂലം മാഗിയുടെ മുറിയിലേക്ക് വരുമ്പോഴും ആരുമില്ല. ജനലിലൂടെ എല്ലൻ വെപ്രാളത്തിൽ ആർലോയെ തൊഴുത്തിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ട് താഴെ ഇറങ്ങി വരുന്ന മെറിലിന് നേരെ തോക്കും ചൂണ്ടി മാഗി. ഇതെല്ലാം ഈ ചോരയും കണ്ണീരും നിങ്ങളുടെ സ്ട്രഗിളിങ്ങും വരാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ മനസ്സിലാക്കിയാനെ നിങ്ങൾ മനുഷ്യർ എത്ര തുച്ഛമായ ഒട്ടും പരിഗണന അർഹിക്കാത്ത വർഗമാണെന്നുള്ളത്. ബാഡ് വിസിറ്ററുടെ പർപ്പസ് മെറിലിലൂടെ പറഞ്ഞറിയിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നെടുക്കുമ്പോൾ മാഗി മെറിലിനോട് ഒരു തരത്തിലും ആളോയ്ക്ക് അടുത്തേക്ക് അടുപ്പിക്കില്ലെന്ന് പറയുമ്പോൾ എന്നാൽ എനിക്ക് നിന്നെ കൊല്ലേണ്ടി വരുമെന്ന് മെറിലും. എന്നാ കൊന്നോളൂ എന്ന മാഗിയുടെ ഉറപ്പ് കണ്ട് എന്നാ പിന്നെ ഇവളെ കൊല്ലാമെന്ന് പറഞ്ഞ് മെറിലിന്റെ കഴുത്തിലേക്ക് കത്തിവെക്കുമ്പോൾ മാഗി പതിയെ നിസ്സഹായാവസ്ഥയിൽ തോക്ക് താഴ്ത്തുന്നു. ഇത് കണ്ട് പുച്ഛിച്ചുകൊണ്ട് മെറിൽ പുറത്തേക്ക് പോകാൻ നേരം പൊടുന്നനെ ഗ്യാസ് മാസ്ക് ധരിച്ചുകൊണ്ട് ജെയിംസ് അവിടേക്ക് എത്തി മെറിലിനെ പിടിച്ച് മാഗിയുടെ മാസ്ക് ധരിക്കാൻ ഷൗട്ട് ചെയ്തുകൊണ്ട് ബലമായി കയ്യിലുള്ള സിറിഞ്ചും കത്തിയുമൊക്കെ തട്ടിക്കളയുമ്പോൾ മാഗി ഉടനെ മാസ്ക് ഇട്ടെത്തി മെറിലിന്റെ കാലിൽ പിടിച്ച് നേരെ ബാത്ത് ടബിലേക്ക് കൊണ്ടുമുക്കുന്നു. ഇതേസമയം മഗ്നാവിനും കെല്ലിക്കും ഒപ്പം അവിടേക്ക് എത്തുന്ന റൂബൻ പുറത്ത് അവശനായി നിൽക്കുന്ന നിക്കോളസിനെ കണ്ട് അവിടേക്ക് ഓടി എന്താണെന്ന് ചോദിക്കുമ്പോൾ തൊഴുത്തിൽ ആളെ പിടിച്ചു നിന്നുകൊണ്ട് എല്ലൻ വീട്ടിലേക്ക് പോയാൽ പ്രശ്നമാണെന്നും തൊഴുത്തിലേക്ക് വരാനും ആംഗ്യം കാട്ടി വിളിക്കുമ്പോൾ ഉള്ളിൽ അസാസിൻ പിടിപെട്ട മെറിൽ ശക്തമായി തന്നെ പ്രതിരോധിക്കുകയാണ് മുക്കാതിരിക്കാനായി. മാഗി തനിക്ക് വയ്യ ഇങ്ങനെ ചെയ്യാനെന്ന് പറയുന്നെങ്കിലും കാലിൽ പിടിക്കാൻ പറഞ്ഞുകൊണ്ട് ജെയിംസ് മുക്കുമ്പോൾ മെറിൽ അതിനിടയിൽ കൂടി ജെയിംസിന്റെ മാസ്ക് തട്ടിമാറ്റുന്നതും പെട്ടെന്നൊന്ന് ശ്വാസം ഭരിച്ചിട്ട് സർവ്വശക്തിയും എടുത്ത് മെറിലിനെ പൂർണ്ണമായി മുക്കിപ്പിടിച്ച് നിർത്തുന്നു. പെതിയെ മെറിലിന്റെ ചലനം നിലച്ച് മുഖം വെള്ളയാവുന്നതും പുറത്തേക്ക് പിടിയുന്ന മാഗി ധൃതി വെച്ച് ഇരുവരും എടുത്ത് പുറത്തു കിടത്തി മാഗി ആഞ്ഞു പരിശ്രമിക്കുകയാണ്. കൃത്രിമ ശ്വാസം നൽകിയും നെഞ്ചിന്മേൽ അമർത്തിയൊക്കെ മെറിലിന് അനക്കമില്ല. മാഗി കരഞ്ഞുകൊണ്ട് അത് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ജെയിംസിനൊരു വല്ലായ്മ തോന്നി അവിടെ നിന്നും പെട്ടെന്ന് തന്നെ നീങ്ങി മാറുന്നു. മാഗി ഏങ്ങി കരഞ്ഞുകൊണ്ട് മെറിലിന് ഫസ്റ്റ് എയ്ഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അനക്കമില്ല. സ്വയം പഴിചാരിയും അലറിക്കൊണ്ടും ആവശ്യമായത് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഉടൻ മെറിൽ വെള്ളം പുറത്തേക്ക് തുപ്പുന്നു. മാഗിക്ക് ആശ്വാസമെന്ന് പറയാൻ പറ്റില്ല, അതിനും മേലെ. മെറിൽ അസാസിനിൽ നിന്ന് മുക്തിയാകുമ്പോൾ തൊഴുത്തിലെത്തുന്നവരോട് മെറിലിൽ ആണതുള്ളതെന്നും ജെയിംസും മാഗിയും അതിനെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെന്നും പറയുമ്പോൾ വലേറിയ എവിടാന്നുള്ള റൂബന്റെ ചോദ്യത്തിന് അറിയില്ല എന്നെല്ലാം മറുപടി കൊടുക്കുമ്പോൾ ആർലോ മഗ്നാവിന്റെ അടുക്കലേക്കെത്തി കയ്യിലുള്ള സഞ്ചിക്കുള്ളിലെ ആ ദ്രാവകം നിറഞ്ഞ കുപ്പി നോക്കിക്കൊണ്ട് നമ്മളിപ്പോൾ ട്രാപ്ഡ് അല്ല എന്ന് പറഞ്ഞ് മഗ്നാവിന്റെ കയ്യിൽ പിടിച്ചിട്ട് നമുക്ക് ഉടൻ തന്നെ ഇവിടുന്ന് പോകണമെന്ന് ആർലോ പറയുമ്പോൾ അമ്മ എവിടെയെന്ന നിക്കോളസിന്റെ ചോദ്യം കേട്ട് റൂബൻ നിന്റെ അമ്മയെ ഞാൻ പോയി നോക്കാമെന്നും ബാക്കിയുള്ളവർ എത്രയും പെട്ടെന്ന് മാഗിയെയും ജെയിംസിനെയും പുറത്തേക്ക് വരയ്ക്കടുത്തുള്ള വഴിയോരത്ത് എത്തിക്കാനായി പറഞ്ഞ് തോക്കുമായി പുറത്തേക്ക് പോകുന്നു. വലേറിയെ കൊന്നത് നിക്കോളസ് ആണെങ്കിലും ആ സമയം അസാസിനുള്ളിലുണ്ടായിരുന്നതിനാൽ അതേക്കുറിച്ച് ഓർമ്മയില്ലെന്നത് മറ്റൊരു സത്യം. എല്ലാവർക്കും അവിടെ നിന്ന് രക്ഷപ്പെടാനായി ഓൾസൺ വന്ന വാനിന്റെ താക്കോലും എടുത്ത് കെല്ലി കച്ചിപ്പുരയിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവശയായ മെറിലിനെ പിടിച്ചുകൊണ്ടുവരുന്ന മാഗി കാണുന്നത് കിച്ചണിൽ വളരെ അസ്വസ്ഥനായി ശ്വാസം മുട്ടി നിൽക്കുന്ന ജെയിംസിനെ. അപ്പോൾ മുൻപ് ബാത്ത് ടബിനടുത്ത് വെച്ച് മാസ്ക് ഉരിയപ്പെട്ട ഞൊടിയിടയിൽ അസാസിൻ മെറിലിൽ നിന്നും ജെയിംസിലേക്ക് കയറി പറ്റിയിരിക്കുന്നു. മെറിലിനെ മുക്കിയത് വിഫലം. ജെയിംസ് തന്റെ ഉള്ളിലെ അസാസിനെ മാക്സിമം കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ച് നിങ്ങൾ പെട്ടെന്ന് ഓടിപ്പോകുന്നു പറയുമ്പോൾ മാഗി അവിടെ ഇരിക്കുന്ന തോക്കെടുത്ത് കരഞ്ഞുകൊണ്ട് ജെയിംസിനെ നോക്കി മെറിലുമായി പുറത്തേക്ക് ഓടുന്നു. വരയ്ക്കടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കെല്ലി പെട്ടെന്നൊരു കാഴ്ച കണ്ട് അവിടെ സ്തബ്ധനായി നിൽക്കുന്നു. പിറകെ എത്തുന്ന എല്ലാവരും പെട്ടെന്നത് കണ്ട് നിക്കോളാസിനോട് നീ ഇങ്ങോട്ട് നോക്കല്ലേ മോനെ എന്ന് പറയുന്നതും അത് വൈകിയിരിക്കുന്നു. നിക്കോളാസ് ആ കാഴ്ച കണ്ട് അലറി കരഞ്ഞുകൊണ്ട് താഴേക്ക് വീഴുകയാണ്. മാംസമെല്ലാം ഉരുകി എല്ലുകളെല്ലാം പുറത്തു വന്നിരിക്കുന്ന വലേറിയുടെ ആ കാഴ്ച. ആർലോയും മഗ്നാവുമെല്ലാം ഈ കാഴ്ച കണ്ട് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ എല്ലൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിക്കോളസിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ കഴിയില്ലെങ്കിൽ കൂടി ആർലോയ്ക്ക് ഇന്നേരം മൈൻഡിൽ എന്തോ ഒരു സ്പാർക്ക് തോന്നി അവിടുന്ന് തിരികെ ഓടുമ്പോൾ ജെയിംസ് പൂർണ്ണമായും അസാസിന്റെ കൺട്രോളിലായി വീടിന് പുറത്തേക്ക് ഇറങ്ങി വന്ന് തുറന്നിട്ടിരിക്കുന്ന കാർ ഷെഡിലേക്ക് കയറി പരുതുമ്പോൾ റൂബൻ പിറകെ ഓടി വന്ന് ജെയിംസിനെ മെരുക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ജെയിംസ് റൂബനെ വീഴ്ത്തി തറയിൽ തലപിടിച്ചിടിക്കുമ്പോൾ മാഗി അത് നിർത്തിക്കാനെന്ന രീതിയിൽ തൊട്ടടുത്തായി വെടിയുതിർക്കുന്നു. എന്നാൽ അതിൽ കൂസാതെ വീണ്ടും റൂബന്റെ തലയടിച്ച് പൊളിക്കാൻ നേരം പിറകിൽ ആർലോയുടെ വിളികേട്ട് അങ്ങോട്ടേക്ക് നടന്നു നീങ്ങുമ്പോൾ ആർലോ അവിടെ നിന്നിട്ട് തൊഴുത്തിലേക്ക് ഓടിക്കയറുന്നു. ഇത് കണ്ട് അങ്ങോട്ടേക്ക് ഓടുന്ന ജെയിംസിനെ നിർത്താനായി പിറകെ മാഗി വീണ്ടും വെടിയുതിർക്കുന്നെങ്കിലും ജെയിംസ് നേരെ തിരിഞ്ഞു നോക്കി നെഞ്ചും വീഴ്ച നിൽക്കുകയാണ്, ധൈര്യമുണ്ടെങ്കിൽ വെടിവെക്കുന്ന രീതിയിൽ. എന്നാൽ പതറുന്ന മാഗിയെ കണ്ട് തൊഴുത്തിലേക്ക് നടന്നു നീങ്ങുന്ന ജെയിംസിന് പിറകെ മാഗി മിറലിന്റെ കയ്യിൽ നിന്നും സിറിഞ്ചും കത്തിയും പിടിച്ച് അങ്ങോട്ടേക്ക് ഓടുന്നു. നേരെ തൊഴുത്തിലെത്തി പരുതി മുകളിലെ കച്ചിപ്പുരയിലേക്ക് കയറി അവിടെ നിൽക്കുന്ന ആളെ കൊണ്ടുകൊണ്ട് ജെയിംസ്, നീ കാണിക്കുന്നത് കൊണ്ടൊന്നും ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല, നിനക്ക് തെറ്റി. പെട്ടെന്ന് മാഗി അവിടെ എത്തി ജെയിംസിന്റെ കാലിലേക്ക് സിറിഞ്ച് കുത്തിവെക്കുന്നതും വീഴുന്ന ആ തക്കം നോക്കി ആളെ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് പോകാൻ നേരം പെട്ടെന്ന് അവൻ മാഗിയെ പിടിച്ചു നിർത്തിക്കൊണ്ട് പറയുകയാണ്, മോം ഓർമ്മയില്ലേ ആ പ്രാണിയുടെ സംഭവം, ടീ കപ്പിനുള്ളിൽ കുടുക്കിയ പ്രാണിയെ. തുടക്കത്തിൽ നമ്മൾ കണ്ട ആളോയും മാഗിയും ഒരു പ്രാണിയെ ടീ കപ്പിനുള്ളിൽ കൊടുക്കുന്നതായിട്ടുള്ള ആ സംഭവത്തെ പറ്റി പറയുമ്പോൾ ജെയിംസ് താഴേക്ക് ഇറങ്ങി വരുന്നതുകൊണ്ട് ആളോയോട് പുറകിലേക്ക് മാറി നിൽക്കാൻ പറയുന്ന മാഗിയെ നോക്കി ജെയിംസ്, നീ ഒരിക്കലും തോറ്റു തരില്ലേ, നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല ജെയിംസ്,
ഓടിയെത്തുന്ന ജെയിംസിനെ കയ്യിലുള്ള കത്തി വെച്ച് കാലിൽ കുത്തുമെങ്കിലും വീണ്ടും ആക്രമിക്കാൻ വരുമ്പോൾ അവിടെ തുറന്നു വെച്ചിട്ടുള്ള ഫ്രീസറിനുള്ളിലേക്ക് തള്ളിയിടുന്നു. നിനക്ക് ജയിക്കാനാവില്ല, ഞങ്ങൾക്ക് ജയിക്കണ്ട, പക്ഷെ ഞങ്ങൾക്ക് നിങ്ങളെ കൊടുക്കണം. കരഞ്ഞുകൊണ്ട് മാഗി ജെയിംസിനെ തള്ളി ഫ്രീസറിനുള്ളിലേക്കിട്ട് അത് അടയ്ക്കുന്നു. തുറന്നു വരാൻ പരിശ്രമിക്കുന്നെങ്കിലും അത് സമ്മതിക്കാതെ ആഞ്ഞു പിടിച്ചുകൊണ്ട് കരഞ്ഞു നിൽക്കുന്ന മാഗിക്കടുക്കിലേക്ക് റൂബനെത്തി കാര്യം പറഞ്ഞ പാടെ അവിടെ ഇരിക്കുന്ന ചാക്കുകെട്ടുകളെടുത്ത് ഫ്രീസറിന് മുകളിലേക്ക് വെക്കുന്നു. പിറകെ ഓടിയെത്തുന്ന മെറിൽ അച്ഛനെ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് അത് തുറക്കാൻ ശാഠ്യം പിടിക്കുന്നെങ്കിലും മാഗി കെട്ടിപ്പിടിച്ച് കരയുന്നു. തള്ളിമാറ്റി അച്ഛൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞ് കരഞ്ഞു നിൽക്കുന്ന മെറിലിനടുക്കിലേക്ക് ആർലോ വന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ തകർന്ന് വിങ്ങി നിൽക്കുന്ന മാഗി. മക്നാബ് വരയ്ക്കെടുത്ത 7 ഗ്ലാസുകൾ വെച്ച് കുപ്പിക്കുള്ളിൽ നിന്ന് ആ ദ്രാവകം ഒഴിക്കുമ്പോൾ റൂബൻ വഞ്ചിച്ചതാണെങ്കിൽ കൂടി തന്റെ ഭാര്യയായ വലറിയുടെ ആ കാഴ്ച കണ്ട് നോക്കി നിൽക്കുന്നു. എല്ലാവരും ആ ദ്രാവകം കുടിച്ച് കുഴപ്പങ്ങളൊന്നുമില്ലാതെ അവരെ മറികടക്കുമ്പോൾ എന്തൊക്കെയായാലും മൃഗങ്ങൾ കുറെ കിടപ്പില്ലേ എന്നും അവരെ പരിചരിക്കണമെന്നും ഡ്യൂക്കുമായി നിൽക്കുന്ന എല്ലനോട് ഉടൻ തന്നെ തിരിച്ചു വരുമെന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ചുകൊണ്ട് ക്ഷമ ചോദിച്ച് കരഞ്ഞ ശേഷം ഒരു തോക്കുമെടുത്ത് കൊടുത്തിട്ട് അവിടെ നിന്ന് നീങ്ങുകയാണ്. എല്ലാവരും വാനിൽ കയറി വര മറികടന്നിട്ടും ഫോണിൽ സിഗ്നലൊന്നും ലഭിക്കുന്നില്ലെന്ന് കെല്ലി പറയുമ്പോൾ ആദ്യം തന്നെ ആശുപത്രിയിലേക്ക് പോകണോ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണോ എന്നുള്ള മക്ഡാബിന്റെ ചോദ്യത്തിന് തൊട്ടടുത്തുള്ള ഫയർ സ്റ്റേഷനിലേക്ക് ആദ്യം എത്താമെന്ന മാഗിയുടെ തീരുമാനത്തിൽ അവർ അങ്ങോട്ടേക്ക് നീങ്ങുന്നു. എല്ലാവരിലും നഷ്ടബോധത്തിന്റെ മുഖഭാവം. വണ്ടി ഓടിച്ചങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മുൻപിലതാ 2 വണ്ടികൾ നിർത്തിയിട്ടിരിക്കുന്നു. 2 ആൾക്കാരുമുണ്ട്. അതിലൊന്ന് നമ്മൾ തുടക്കത്തിൽ കണ്ട ആ സ്ത്രീ. വണ്ടി തുറന്ന് എല്ലാവരും പുറത്തിറങ്ങി ജാഗ്രതയോടെ നോക്കുമ്പോൾ ആ സ്ത്രീ വന്നിട്ട് നിങ്ങളിൽ ആരാണ് മക്ഡാബ് എന്ന് ചോദിക്കുന്നു. താനാണതെന്ന് മക്നാബ് പറയുമ്പോൾ ആ സ്ത്രീ വളരെ സന്തോഷത്തോടെ ഞാൻ കരോളും ഇത് മൈലോയും എന്ന് പറയുന്നു. അതെ, മക്നാബിനെ സഹായിക്കുന്ന ഓൺലൈൻ ഗ്രൂപ്പിലെ അംഗങ്ങൾ. മുൻപ് ട്രാവിസിനോട് ബാഡ് വിസിറ്റർ ഉള്ളിലുള്ള മേരി ആലിസിനെ കുറിച്ച് അന്വേഷണം നടത്തി പറഞ്ഞ അതേ കരോളും മൈലോയും. ഒടുവിൽ രക്ഷയെത്തിയ സമാധാനത്തിൽ കൂടെ നിൽക്കുന്നവരോട് കുഴപ്പമൊന്നുമില്ലെന്നും പറഞ്ഞ് നിങ്ങൾ എങ്ങനെ കണ്ടുപിടിച്ചതെന്ന് തിരക്കുമ്പോൾ മക്നാബ് നിങ്ങൾ ഓൺലൈൻ ഗ്രൂപ്പിൽ സന്ദേശങ്ങൾ ഇടാതിരുന്നതും ഞങ്ങളുടെ ചാറ്റിന് മറുപടി തരാതിരുന്നതോടും കൂടി ഞങ്ങൾ ആകെ ബേജാറായെന്നും നിങ്ങളുടെ ലാസ്റ്റ് ലൊക്കേഷൻ കണ്ടുപിടിച്ച് അതിനടുത്ത് തന്നെ എവിടെയെങ്കിലും ഉണ്ടെന്ന് പ്രതീക്ഷിച്ചു വന്നു. ഒടുവിൽ നിങ്ങളെ ഇതാ കണ്ടെത്തിയിരിക്കുന്നു. ഇവിടെ കുറച്ച് ആൾക്കാർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെന്നും ഞങ്ങൾ ഉടൻ തന്നെ അടുത്തുള്ള ഫയർ സ്റ്റേഷനിലേക്ക് എത്താൻ ശ്രമിക്കുകയാണെന്നും മാഗി പറയുന്നത് കേട്ട് തീർച്ചയായും ഞങ്ങളും പിറകെ വരാമെന്നും ബാഗിൽ ഒരു സാധനമുണ്ടെന്നും പറഞ്ഞ് കരോൾ ബാഗ് തുറക്കാൻ നേരം പെട്ടെന്നൊരു കാർ ചീറിപ്പാഞ്ഞു വരുന്നു. മുൻപ് ട്രാവിസ് ഒരു രാത്രിയിൽ മക്നാബിന്റെ ക്യാബിൻ എടുത്തു വെച്ചും പിന്നീട് മേരി ആലിസിനെ പിടിക്കാനായി നിൽക്കുമ്പോൾ അവിടേക്കെത്തി തിരിച്ചുപോയ അതേ കാർ, ഹെയ്ഡന്റെ കാർ ചീറിപ്പാഞ്ഞടുത്ത് വരുന്നത് കണ്ട് അത് ഹെയ്ഡന്റെ വണ്ടിയാണെന്നും നീ എന്തായി കാണിക്കുന്നതെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ചാടി മാറുമ്പോൾ വണ്ടി നേരെ കൊണ്ടുവന്ന് ഡ്രിഫ്റ്റ് ചെയ്യിപ്പിച്ച് അവിടെ നിൽപ്പുള്ള കരോളിനെയും മൈലോയെയും ഇടിച്ചു തെറിപ്പിക്കുന്നു. ഇരുവരും ശക്തമായ ആഘാതത്തിൽ മരത്തിലിടിച്ചും മറ്റും വീഴുമ്പോൾ മാഗി മക്നാബും കെല്ലിയുമെല്ലാം ഓടിയൊരുമിച്ച് തോക്കും പിടിച്ച് നിൽക്കുമ്പോൾ ആ കാറിൽ നിന്നൊരാൾ ഇറങ്ങി വരുന്നു. അത് ഹെയ്ഡൻ ആകണം. ഒരു ഗ്യാസ് മാസ്ക് ധരിച്ചിട്ടുണ്ട്. എല്ലാവരും മണച്ചുകൊണ്ട് അയാളെ നോക്കി നിൽക്കുമ്പോൾ കാറിൽ നിന്നും മറ്റൊരു സ്ത്രീ ഇറങ്ങി കോളാമ്പി എടുത്തു വെച്ച് പറയുകയാണ്, എല്ലാവരും ഒന്ന് നോക്കൂ. ഹെയ്ഡൻ നേരെ ആ കരോളുടെ ബാഗ് തുറന്ന് അതിലുള്ള ഓരോ ഐറ്റംസ് എടുത്ത് കാണിക്കുന്നു. ആ ദ്രാവകത്തിൻ്റെ കുപ്പി, സിപ്റ്റൈസ് നിങ്ങളെ ബന്ധിപ്പിക്കാൻ, കെറ്റാമിൻ നിങ്ങളെ ബോധം കെടുത്താൻ. ഈ ആൾക്കാർ ഒരിക്കലും നിങ്ങളുടെ സുഹൃത്തായിരുന്നില്ല മക്നാബ് ഇതെല്ലാം കണ്ട് അന്തം വിടുമ്പോൾ അത് സത്യമാണ്. ആ വായി നോക്കികളെല്ലാം ഉണർന്നുകൊണ്ടിരിക്കുകയാണ്. അവരിപ്പോൾ എല്ലായിടത്തുമുണ്ട്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് അവരെ നേരിടാനാകില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അതിജീവിക്കാനുള്ള ഏക വഴി ഞങ്ങളാണ്. അതും ചിലപ്പോൾ മാത്രം. തീരുമാനം നിങ്ങളുടേത്. ഇങ്ങനെയെല്ലാം പറയുന്നത് കേട്ട് എല്ലാവരും അന്തം വിട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുമ്പോൾ മാഗി, ഇവിടെ എന്ത് നാശമാണ് നടക്കുന്നതെന്ന് നിങ്ങൾ ഞങ്ങളോട് പറയുന്നവരെയും ഞങ്ങൾ എവിടെയും പോകണില്ല. സഹായിക്കാനെന്ന രീതിയിൽ കൂടി മക്നാബിന്റെ സകല പ്ലാനുകളും പദ്ധതികളും മനസ്സിലാക്കിക്കൊണ്ടിരുന്ന കരോളും മൈലോയും യഥാർത്ഥത്തിൽ ബാഡ് വിസിറ്റേഴ്സ് ആയിരുന്നു എന്ന വസ്തുത മനസ്സിലാക്കിയ ഹെയ്ഡനാണ് ഇനി മക്നാബിന്റെ ഏക ആശ്രയം. ഈ ലോകത്ത് പെരുകിക്കൊണ്ടിരിക്കുന്ന ബാഡ് വിസിറ്റേഴ്സിനെതിരെ പോരാടാനും ഹാർബിഞ്ചറെ അടക്കം രക്ഷിക്കാനും.